ഹായ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും കലോത്സവ സമയമാകുമ്പോൾ സീനിയറിലെ ചേട്ടനോ ചേച്ചിയോ ഏതെങ്കിലും ഒരു നല്ല പാട്ട് പാടുമ്പോൾ അത് അസ്ഥിക്ക് പിടിച്ചപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ആ പാട്ടിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നും. പക്ഷേ ഈ പാട്ട് നമ്മൾ എന്ത് ചെയ്യും, 2-3 കൊല്ലം എടുത്തിട്ടായിരിക്കും പഠിക്കുന്നത്. കാരണം യൂട്യൂബിലൊന്നുമില്ല ആ പാട്ട് സെർച്ച് ചെയ്യും, യൂട്യൂബൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് അവരുടെ പിറകെ നടന്ന് അവരെല്ലാവരും പാടുന്ന കേട്ട് കേട്ട് നമ്മൾ പഠിക്കും. എന്നിട്ട് പിറ്റേ വർഷം എന്ത് ചെയ്യും, ഈ കലോത്സവ സമയത്ത് നമ്മളെല്ലാവരും ഗ്രൂപ്പ് കൂടി പഠിച്ച പാട്ട് ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ കയറി പാടും. ആ പാട്ടിന് ഫസ്റ്റ് കിട്ടുന്നത് മിക്കപ്പോഴും നമ്മുടെ ടീച്ചറിൻ്റെ മോളില്ലേ അതോ അല്ലെങ്കിൽ ആസ്ഥാന ഗായിക എന്ന് നമ്മൾ തന്നെ സ്കൂളിൽ പറയില്ലേ, അങ്ങനെ ഒരാൾക്കും ആയിരിക്കും കിട്ടുന്നത് എൻ്റെ ഫസ്റ്റ് പ്രൈസ്. അത് എനിക്ക് കിട്ടാത്തതുകൊണ്ട് വിഷമം കൊണ്ടൊന്നല്ല കേട്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ അതായിരിക്കും. അങ്ങനെ തോന്നിയ ഒരു പാട്ടാണ് മണ്ഡലകാലമാണ്. എല്ലാവരും പാടുന്ന പാട്ടാണ്, അയ്യപ്പൻ്റെ പാട്ട്. എവിടെ ചെന്നാലും അത് എല്ലാവരുടെ റീലിലും എപ്പോഴും കാണുന്ന ഒരു പാട്ടാണ്. അത് ഞാൻ വെച്ച് പാടണ്ട, എന്തിനാ എല്ലാവരും പാടുന്നത്. പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ട് പാടിക്കൂടാ, കാരണം അത്രയും രസമാണ്, അതുകൊണ്ട് ഞാൻ പാടുകയാണ്. പിന്നെ എൻ്റെ മുഖം കാണിച്ച് ഞാൻ അയ്യപ്പനെങ്ങനെ ഏതാടാ ഈ പെണ്ണ് ഇത്ര കുളമാക്കി എൻ്റെ പാട്ട് പാടുന്നേ തോന്നി, ഇനി എന്തെങ്കിലും ദുർബുദ്ധി തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മുഖം കാണിച്ച് പാടുന്നില്ല, അല്ല ഞാൻ പാടുന്നു ട്രൈ ചെയ്തു. പഞ്ചാദ്രിനാഥനി സന്നിധാനത്തിലെ സന്യാസിത്തികവ്, പഞ്ചഭൂതങ്ങളും പാടി നമിക്കുന്ന സംക്രാന്തിക്കനിവ്, ചന്ദനപ്പൂനീല പട്ടുപുതയ്ക്കുന്ന വേദാന്തത്തിടമ്പ്, നൊന്തു വിളിക്കുമ്പോൾ അന്തികത്തെത്തുന്ന കൽപ്പാന്തക്കുളിര്, ഹരിഹരസുതനടിയനേനി സാന്ത്വനത്തേനോട്ട്, ഹാലാസ്യനാഥൻ്റെ പൊന്നുണ്ണിയായെൻ്റെ സംഗീത പൊരുള്, അയ്യപ്പൻ സായോജ്യപ്പടവ്, പാലാഴിച്ചേലോടെ പായും പമ്പെ നിന്നെ പൂനുലായി പൊണ്ണയൻ ചാർത്തുന്നുണ്ടേ.